അമ്മയും അച്ഛനും എന്ന കോളം ഇനി വേണ്ട, രക്ഷിതാക്കൾ മതി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കളായ സിയയും സഹദും നൽകിയ ഹർജിയിലാണ് ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം ഇനി രക്ഷിതാവ് എന്ന് ഉപയോഗിച്ചാൽ മതിയെന്ന ഹൈക്കോടതിയുടെ ചരിത്രവിധി. ട്രാൻസ് പുരുഷനായ സഹദിനും ട്രാൻസ് സ്ത്രീയായ സിയ പവലിനും ലിംഗഭേദം പരാമർശിക്കാതെ രക്ഷിതാക്കളായി പട്ടികപ്പെടുത്തുന്ന പുതുക്കിയ സർട്ടിഫിക്കറ്റ് നൽകാൻ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ എ അധികാരികളോട് ഉത്തരവിട്ടു. ഇന്ത്യയിൽ ആദ്യമായി കുഞ്ഞിന് ജന്മം നൽകിയ ട്രാൻസ്ജെൻഡർ ദമ്പതിമാരാണ് സിയയും സഹദും. 2023 ഫെബ്രുവരിയിലാണ് ഇവർക്ക് കുഞ്ഞ് ജനിച്ചത്. ജനന സർട്ടിഫിക്കറ്റിലും നവജാത ശിശുവിൻ്റെ മറ്റ് രേഖകളിലും തങ്ങളുടെ പുതിയ ലിംഗവ്യക്തിത്വം രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതരെ സമീപിച്ച് ദമ്പതികൾ നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കുട്ടിയുടെ ജീവശാസ്ത്രപരമായ അമ്മ പുരുഷനായി തുടരുന്നതിനാൽ ഭാവിയിൽ നിയമപരമായ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദമ്പതികൾ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നിവയ്ക്കു പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ നഗരസഭ ഇത് നിരസിച്ചതിനെ തുടർന്നാണ് ഇരുവരും നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയത്. ഇതോടെ ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചു. പുരുഷൻ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിൽ ശാസ്ത്രീയമായി ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതിനാൽ മൂന്നാമത്തെ അപേക്ഷകയായ കുട്ടി ജീവിതകാലത്ത് നേരിടേണ്ടി വരുന്ന കൂടുതൽ അപമാനങ്ങൾ, അതായത് സ്കൂൾ പ്രവേശനം, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ജോലി തുടങ്ങി വിവിധ രേഖകളിലും മറ്റനുബന്ധ കാര്യങ്ങളിലും വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ഒഴിവാക്കി രക്ഷിതാവ് എന്ന് എഴുതണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നത്. നിലവിലുള്ള ജനന സർട്ടിഫിക്കറ്റുകളിൽ ഈ തിരുത്തൽ വരുത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി. വിധിയിൽ അതീവ സന്തോഷമുണ്ടെന്നും ഞങ്ങളെപ്പോലുള്ള ട്രാൻസ് വ്യക്തികൾക്ക് ഇനി മാതാപിതാക്കൾ എന്ന ജെൻഡർ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്നതിനു പകരം രക്ഷിതാക്കൾ എന്നറിയപ്പെടാൻ കഴിയും എന്നും ദമ്പതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വിധിയുടെ മറ്റൊരു ഹൈലൈറ്റ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയായി ഈ വർഷം ചരിത്രം സൃഷ്ടിച്ച അഡ്വക്കേറ്റ് പത്മലക്ഷ്മിയാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് എന്നതാണ്. ഈ കേസ് നിയമപരമായ ഒരു നേട്ടം മാത്രമല്ല, സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബൈനറികൾക്കപ്പുറവും കുടുംബം എന്ന ബന്ധത്തിന് നിലനിൽക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന വിജയം കൂടിയാണിത്. ലിംഗഭേദമന്യേ ഏതു മനുഷ്യനും ലോകത്തിൽ കുടുംബമായി ജീവിക്കാൻ അവകാശമുണ്ട്. അതിനുവേണ്ടി അടിയുറച്ച വിശ്വാസത്തോടെയും ഉറച്ച നിലപാടോടെയും പോരാടാൻ ഈ മനുഷ്യർ തയ്യാറാണ്.